പ്രിയമുള്ള സഹോദരന്മാര്, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും. സത്യവിശ്വാസികളെ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സഹോദരങ്ങളും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ പ്രിയങ്കരമായി കരുതുകയാണെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമുക്ക് എവിടെ നിന്നാണ് വിശ്വാസം ലഭിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു അമുസ്ലിം ആണെങ്കിൽ നമുക്ക് വിശ്വാസം ലഭിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകത്തിൽ നിന്നായിരിക്കും. നമുക്ക് ജീവിതത്തിൽ വന്ന പ്രയാസങ്ങൾ പറ്റിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഏകദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മളുടെ പ്രയാസം അകന്നു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഏകവിശ്വാസത്തിൽ നമ്മൾ കടന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് ചിലപ്പോൾ ജന്മന നമ്മൾ മുസ്ലിമായി ജനിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയിരിക്കില്ല, മുസ്ലിം നാമധാരികളായിരിക്കും. അപ്പം നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ച അതിൻ്റെ ഫലമായോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ ഫലമായോ ഒക്കെ നമ്മൾ നമസ്കാര കർമ്മങ്ങളും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മളെ പിറകോട്ടടിക്കാൻ ശ്രമിച്ചേക്കാം. നമ്മൾ ചില കാര്യങ്ങൾ സത്യം പറയുമ്പോൾ അവർ പറയും അതൊന്നും പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. ഇപ്പം ചില മാതാക്കൾ എന്ത് ചെയ്യും? നമ്മൾ വയസ്സ് കൃത്യമായിട്ട് പറയുമ്പോൾ, ആൺകുട്ടികൾക്ക് വയസ്സ് കൃത്യമായിട്ട് പറയുമ്പോൾ മാതാക്കൾ പറയും അങ്ങനെ കൂട്ടിപ്പറയുന്ന വേണ്ട, പക്ഷെ കുറച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. പല കാര്യത്തിലും തിന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും, അവരെ കളവ് ചെയ്യാനൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഈ അപ്പുറത്തെ തൊടിയിൽ പോയി വീണ് കിടക്കുന്ന അടക്ക എടുത്തുകൊണ്ട് വീണ് തേങ്ങ എടുത്തുകൊണ്ടിരുന്നൊക്കെ പറയും. അപ്പം നമ്മളെന്ത് ചെയ്യും? അതിൽ ശ്രമിക്കാതെ അല്ലെങ്കിൽ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൃത്യമായിട്ട് തിന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ തിന്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തേക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അവർ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുക. പല തിന്മകളും അവർ ചെയ്യാൻ പറയും. ചിലപ്പോൾ ഭാര്യമാർ ചിലപ്പോൾ നമ്മളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കൂലേ, വേറെ പോകണം. പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ ഭാര്യമാർ പറയും ഈ മാതാപിതാക്കൾ ഒഴിവാക്കി നമുക്ക് വാടക വീട്ടിൽ പോകണമെന്ന് പറയും. നമുക്ക് സത്യം മനസ്സിലാക്കണം, ഉടനടി അവർ പറയുന്നത് തെറ്റാണ്. ഈ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അവർ വിട്ടെറിഞ്ഞ് പോകരുത് എന്ന് നാം ചിന്തിക്കുകയും നമ്മൾ ആ ഭാര്യയുടെ വാക്ക് തള്ളിക്കളയുമാണ് വേണം. അതേസമയം ചില മാതാപിതാക്കൾ ഭാര്യ നല്ല ദീനി പോലുള്ള സ്ത്രീയായിരിക്കും, ആ ഭാര്യ ഉപേക്ഷിക്കാൻ പറയും, എന്നിട്ട് വേറെ സമ്പത്തുള്ള പെണ്ണിനെ കെട്ടാൻ പറയും, എന്നൊക്കെ പറയും. അപ്പം നമ്മൾ മനസ്സിലാക്കണം അത് മാതാപിതാക്കളുടെ കുഴപ്പമാണ്, ഭാര്യയുടെ കുഴപ്പമല്ല. അല്ലെങ്കിൽ ഭാര്യ ഉച്ച സമയത്ത് ചിലപ്പം കിടന്നുറങ്ങിപ്പോയപ്പോൾ അത് കുറ്റം അത് എടുത്ത് പറയും, എൻ്റെ പെണ്ണുങ്ങൾ പണിയൊന്നും എടുക്കാതെ കിടന്നുറങ്ങിയായിരുന്നു എന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കണം അത് മാതാപിതാക്കൾ തെറ്റാണ്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ ശരിക്കും വായിച്ചിരിക്കണം, പരിപൂർണമായിട്ട് പരിഭാഷ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി? ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് കൂട്ടിവെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിരന്തരം ദിവസം ഒരു അരപ്പേജെങ്കിൽ നമ്മൾ വായിക്കണം, നല്ല ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. മറ്റു ഖുർആൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഹാഫിളായ വ്യക്തി ഖുർആന് അത് അദ്ദേഹം തുടർത്തില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് ഓതാതിരുന്നപ്പോൾ അത് പരിപൂർണമായിട്ടും മറന്നുപോവുകയും ചെറിയ സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതേണ്ടതായ ചെറിയ 3-4 സൂറത്ത് മാത്രമേ അദ്ദേഹം ഇപ്പോൾ ഓർമ്മയിലോ അതൊക്കെ മറന്നുപോയി. പണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാനമ്മ എന്ത് ചെയ്യും? നിരന്തരമായത് ഓതിപ്പിക്കുകയും ഓതിയിട്ടില്ലെങ്കിൽ വടിയെടുത്ത് എറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. പറഞ്ഞു വടിയെടുത്ത് കണ്ണിനേക്ക് എറിയും, മുഖത്തേക്ക് എറിയും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അന്ന് അവർ ആ രണ്ടാനമ്മയെ വളരെ കുറ്റപ്പെടുത്തിക്കൊണ്ടായി സംസാരിച്ച അങ്ങ് ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് അവർ ചെയ്തത് നന്നായിരുന്നു, അത് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഹാഫിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ ഖുർആനെ എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കണം, ആ പരിഭാഷ വായിക്കണം. അറബി മാത്രം വായിച്ചാൽ പോലെ പരിഭാഷ നിരന്തരം വായിക്കണം. അപ്പോൾ നമുക്ക്
മാതാപിതാക്കൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാവും. ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ ഖുറാനിൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് തള്ളി പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി സ്വന്തം പിതാവിനെ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? കുറേയൊക്കെ അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് അത് കേട്ടില്ല. പിന്നെ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പിതാവിനെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പം നമുക്കൊരിക്കലും നമ്മുടെ ഇസ്ലാം മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കാം. എപ്പോഴും അവരെ താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. കഴിയുന്നിടത്തോളം നമ്മൾ അവരെ നേർവഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ചില മാതാക്കളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ അവരെ നന്നാക്കി എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ആ വീട് ഉപേക്ഷിച്ച് പോവുക. അതായത് വിവാഹം മറ്റേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളും കേട് വന്നു അല്ലേ. അപ്പോൾ ചീത്ത പാത്രത്തിൽ നമ്മൾ നല്ലൊരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ ആ നല്ല വസ്തുക്കൾ ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അന്തരീക്ഷത്തിന് ചില സ്ത്രീകളുടെ എപ്പോഴും പരദൂഷണം പറയുക, കൂടോത്രം ചെയ്യുക, അങ്ങനെയൊക്കെ വീട് മലിമസമായി സൂക്ഷിക്കുക അല്ലേ. വീടെപ്പോഴും വൃത്തിയായിരിക്കണം അല്ലേ. ഒരു വിശ്വാസിയുടെ വീട് വൃത്തിയായിരിക്കണം. അപ്പോൾ മലിമസമായി സൂക്ഷിക്കുക. പിന്നെ ബാത്റൂമിൽ പോയി വെള്ളം ഒഴിക്കാതിരിക്കുക. അപ്പം കേൾക്കുന്ന ഭയങ്കര സ്മെല്ലായി പിന്നെ അങ്ങനെ അതിൽ ഉതുകൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളത് പിന്നെ അവർ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ല ഒറ്റയടിക്ക് നമ്മൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത്. മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ അവർ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക. ശരിക്കും മാതാക്കളൊക്കെ പുരുഷന്മാർ ആൺകുട്ടികൾ പറഞ്ഞാൽ വേഗം കേൾക്കും. അവർക്ക് ആൺകുട്ടികൾ വെച്ചാൽ ഭയങ്കര ജീവനാണ്. രാജാവ് ഏറ്റവും പറയുന്ന മാതിരിയാണ്. അത് ഭയങ്കര മുൻഗണന ഒരു ആൺകുട്ടികളുടെ വാക്കുകൾ കേൾക്കും. അപ്പം നമ്മൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ തർക്കോത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്വീകരിക്കും. അപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ ഞാൻ എന്തെങ്കിലും ഉപദേശങ്ങൾ പറയുമ്പോൾ തുടക്കത്തിൽ തർക്കോത്തരം പറയും, പിന്നീട് അത് സ്വീകരിക്കുന്നതൊക്കെ കാണാം. അതാണ്. അപ്പോൾ പിന്നെ പണ്ടൊക്കെ പൂച്ചക്ക് വെള്ളം കൊടുക്കണമെന്നൊക്കെ പറയാം. പൂച്ച അവിടെ പെറ്റ് വരുമെന്നൊക്കെ പറഞ്ഞ് നടക്കും. പിന്നെ അത് കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മാതാവ് കോപിക്കും വീണ്ടും മിണ്ടാതിരിക്കാമെന്ന് പറയരുത്. നമ്മൾ പറയേണ്ടത് നമ്മൾ ചെയ്യുക. അപ്പം പറഞ്ഞത് നമ്മൾ പിന്നെ മാതാവിനെ നമ്മൾ ഉപേക്ഷിക്കാം. ഇപ്പോൾ ഇസ്ലാം വെച്ചാൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും പറയുന്നത് നമുക്ക് കാണാം അല്ലേ. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറയുന്ന ഖുർആൻ വചനങ്ങൾ കൂടെ തന്നെയാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കാനും പറയുന്നത്. അപ്പം പിന്നെ ഇതിൽ മനസ്സിലാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ ഒരു അരക്കെട്ടുറപ്പിക്കുകയാണ്. നമുക്ക് അള്ളാഹുവിനേക്കാൾ വലുത് മാതാപിതാക്കളെ ആക്കിയെടുക്കാൻ പാടില്ല. മാതാപിതാക്കൾക്കും അർഹിക്കുന്ന പരിഗണന, ഓരോന്നിനും അർഹിക്കുന്ന പരിഗണനയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. തിന്മകൾ, നന്മയും തിന്മയും, ഒരു വസ്തുവിന് നന്മയും തിന്മയും ഖുർആനിൽ എല്ലായിടത്തും പറയുന്നത് കാണാം അല്ലേ. ഇപ്പം സുന്നികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ പൊക്കി വെക്കുന്നത് കാണാം. പക്ഷെ അതെ അള്ളാഹു എന്ത് പറയുന്നുണ്ട്? അന്ധമെന്നതിൻ്റെ പേരിനെ മുഖം ചുളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് പ്രവാചകനെ കുറ്റപ്പെടുത്തുന്നതും കാണാം അല്ലേ. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നാളെ അത് ചെയ്യാമെന്ന് നീ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഗുണദോഷിക്കുന്നതൊക്കെ കാണാം. അപ്പം പ്രവാചകന് അർഹിക്കുന്ന പരിഗണനയെ കൊടുക്കാവൂ. അപ്പോൾ അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അർഹിക്കുന്ന പരിഗണനയെ കൊടുക്കാവൂ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്ന രൂപത്തിൽ മാതാപിതാക്കൾ നമ്മളെ തടസ്സപ്പെടുത്തിയാൽ നമ്മൾ അവരെ ഉപേക്ഷിക്കുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഉള്ളവനൊക്കെ മഹദി ഇമാമാണെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അത് നിരുത്സാഹപ്പെടുത്തുന്നത് കാണാറുണ്ട്. അതൊന്നും നടക്കൂല, വെറുതെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കണ്ട, നമുക്ക് 2 പെൺകുട്ടികളാണ്, അവരുടെ ഭാവി കളയരുത്, ഇങ്ങനെയൊക്കെ നടന്നാൽ വാപ്പക്ക് ഭ്രാന്താണ്, മകൾക്ക് പെണ്ണ് ചെക്കന്മാർ വരില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. പറഞ്ഞു നമ്മളെപ്പോഴും അള്ളാഹു എന്നുള്ള ഒറ്റ നാമം നമുക്ക് പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരും മാതാപിതാക്കളും മറ്റുള്ളവരും ഗുരുനാഥന്മാരൊക്കെ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നിൽക്കുന്നതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മുഖം എപ്പോഴും അള്ളാഹുവിനെ ലാക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഋജുമാനസനായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.